നമസ്കാരം. എഡ്യൂക്കേഷൻ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ചാനൽ CM റാഷിദ് ഓൺലൈനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള PSC ഈ അടുത്ത് നടത്തിവരുന്ന എല്ലാ പരീക്ഷകളിലും വളരെ പ്രാധാന്യത്തോടു കൂടി ചോദിക്കുന്ന ഒരു മേഖലയാണ് കേരള നവോത്ഥാനം. പൊതുവെ പഠിക്കാൻ വളരെ പ്രയാസം തോന്നുന്ന ഒരു ഏരിയയാണ് കേരള നവോത്ഥാനം. നവോത്ഥാനം വളരെ ശാസ്ത്രീയമായി പഠിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കുന്ന ഒരു മേഖല കൂടിയാണ്. നവോത്ഥാനത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഒന്നോ രണ്ടോ വ്യക്തികളെക്കുറിച്ച് മാത്രം മനസ്സിലാക്കിക്കൊണ്ട് സാധാരണ എല്ലാവരും പരീക്ഷയെ നേരിടാറുള്ളത്. കേരളീയ നവോത്ഥാനം പഠിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല മാർഗം ക്രോണോളജിക്കൽ ഓർഡറിൽ അല്ലെങ്കിൽ തീയതിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ നവോത്ഥാന നായകരെ കുറിച്ച് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് കേരളീയ നവോത്ഥാനം പഠിക്കുമ്പോൾ തീയതിയുടെ അടിസ്ഥാനത്തിൽ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യമായി പഠിക്കേണ്ടത് ശ്രീ മമ്പുറം തങ്ങളെക്കുറിച്ചാണ്. അദ്ദേഹം 1753 യമനിലെ ഹളർമൗത്തിലെ തരീമിലാണ് ജനിച്ചത്. അദ്ദേഹം യമനിലാണ് ജനിച്ചതെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലം കേരളമായിരുന്നു. അദ്ദേഹത്തിൻ്റെ 17ാമത്തെ വയസ്സിൽ കോഴിക്കോട്ടുകാരനായ അദ്ദേഹത്തിൻ്റെ അമ്മാവൻ സെയ്ദ് ജിഫ്രിയുടെ ക്ഷണപ്രകാരമാണ് അദ്ദേഹം കേരളത്തിലേക്ക് എത്തിയത്. അദ്ദേഹത്തിൻ്റെ പിതാവ് മുഹമ്മദ് ബിൻ സഹൽ മൗലദ് ദവീല, അതുപോലെ മാതാവ് ഫാത്തിമ ജിഫ്രി. കേരളത്തിൽ അദ്ദേഹം നൽകിയ ഏറ്റവും വലിയ സംഭാവന എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളീയ മുസ്ലിങ്ങൾക്കിടയിൽ ബ്രിട്ടീഷ് വിരുദ്ധ വികാരം വളർത്തുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ച വ്യക്തിയായിരുന്നു അഭിവന്ദനായ മമ്പുറം തങ്ങൾ. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ബുക്ക് സൈഫുൽ ബത്താർ, ബ്രിട്ടീഷ് കോളനി വാഴ്ചക്കെതിരെ എന്നാണ് സൈഫുൽ ബത്താർ എന്ന വാക്കിൻ്റെ അർത്ഥം. അതിലൂടെ കേരളത്തിലെ മുസ്ലിങ്ങളോട് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേണ്ടി അദ്ദേഹം ആഹ്വാനം നൽകി. സാധാരണ PSC പരീക്ഷകളിലൊക്കെ ചോദിക്കാറുള്ള ചോദ്യം മമ്പുറം തങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ഒരു ചോദ്യമാണ്. അതായത് കേരളീയ മുസ്ലിങ്ങൾക്കിടയിൽ ബ്രിട്ടീഷ് വിരുദ്ധ വികാരം വളർത്തുന്നതിന് വേണ്ടി മമ്പുറം തങ്ങൾ രചിച്ച ലേഖനത്തിൻ്റെ പേരെന്താണ്? സൈഫുൽ ബത്താർ എന്നാണ്. പിന്നെ ചോദിക്കാറുള്ള ഈ ലേഖനം ഏത് ഭാഷയിലായിരുന്നു എന്നുള്ളതാണ്. ഇത് അറബി ഭാഷയിലാണ് അദ്ദേഹം എഴുതിയിരുന്നത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരെന്ന് പറയുന്നത് വെളിയങ്കോട് ഉമർ ഖാസി, അതുപോലെ തന്നെ ഔക്കോയ മുസ്ലിയാർ തുടങ്ങിയവരുന്ന അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യന്മാർ. കേരളത്തിൽ ഒരു മുസ്ലിം മതവിശ്വാസി അല്ലെങ്കിൽ ഒരു ഇസ്ലാം മതവിശ്വാസി എങ്ങനെ മറ്റു മതസ്ഥരുമായി വളരെ ഐക്യപ്പെട്ടു പോകണമെന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ കാണിച്ച ഒരു ശുദ്ധ മതേതരവാദിയായിരുന്നു ബഹുമാനനായ മമ്പുറം തങ്ങൾ. അദ്ദേഹത്തിൻ്റെ മാനേജറുടെ പേര് കോന്തു നായർ എന്നായിരുന്നു. മമ്പുറം തങ്ങളും കോന്തു നായരും ഇന്ന് വളരെയധികം പാഠ്യവിഷയമാക്കേണ്ട ഒരു റിലേഷൻഷിപ്പായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ മതേതരത്വത്തിന് വെല്ലുവിളി നേരിടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അവർക്കിടയിലുള്ള റിലേഷൻ ഒരു മാതൃക ആയിരുന്നു എന്നാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ രണ്ടാമതായി PSC ചോദിക്കാറുള്ള ഒരു ചോദ്യം മമ്പുറം തങ്ങളുടെ മാനേജറുടെ പേര് എന്തായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകനായിരുന്നു സെയ്ദ് ഫസൽ പൂക്കോയ തങ്ങൾ. ഫസൽ പൂക്കോയ തങ്ങൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് സന്ധിയില്ലാ സമരത്തിന് നേതൃത്വം നൽകിയ ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അവസാനം ബ്രിട്ടീഷുകാർ അറേബ്യയിലേക്ക് നാട് കടത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ മമ്പുറം തങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും PSCയുമായി ബന്ധപ്പെട്ട് മമ്പുറം തങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് അറിയേണ്ടത്. ആദ്യമായി ഒരിക്കൽ കൂടി മമ്പുറം തങ്ങൾ ജനിച്ചത് 1753 യമനിലെ ഹളർമൗത്തിലെ തരീമിലായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടത് 1845 അദ്ദേഹത്തിൻ്റെ അമ്മാവൻ സെയ്ദ് ജഫ്രിയുടെ അഭ്യർത്ഥന പ്രകാരമാണ് അദ്ദേഹം കേരളത്തിലേക്ക് വന്നത്. അതുപോലെ തന്നെ അദ്ദേഹം ബ്രിട്ടീഷ് കോളനി വാഴ്ചക്കെതിരെ എഴുതിയ ലേഖനമായിരുന്നു സൈഫുൽ ബത്താർ. അത് അറബി ഭാഷയിലാണ് അദ്ദേഹം രചിച്ചത്. അദ്ദേഹത്തിൻ്റെ മകനായിരുന്നു സെയ്ദ് ഫസൽ പൂക്കോയ തങ്ങൾ. ഇനി അടുത്തൊരു വീഡിയോയുമായി നമുക്ക് കാണാം. കേരളീയ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് തീയതിയുടെ അടിസ്ഥാനത്തിൽ അടുത്ത വീഡിയോയുമായി ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തും. നമസ്കാരം.